ഹലോ. ഹലോ. എടോ, എന്തോയി? താൻ ഫ്രീ ആണോടോ? ആന്ന്. പണിയൊന്നുമില്ല? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാര്യം പറയും. ഞാനേ ഒരു കാര്യം പറയാൻ വന്നതാ. ആ പറയ്. പക്ഷെ ഞാൻ മറന്നുപോയി. മറന്നോ? ആന്നേ, നിങ്ങളിപ്പോഴല്ല പറയാൻ വന്നേ? കുറച്ച് മുന്നേ വരെ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോൾ 2-3 പേര് വന്നപ്പോൾ പിന്നെ അത് പറയാൻ പറ്റിയില്ല. എന്താണ് അത്? എന്തോ ഒരു കാര്യമായിരുന്നു, മറന്നുപോയി. സീരിയസ്? ആ, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ അതെന്തായിരിക്കും? ഓർക്കുമ്പോൾ പറയാം. അതാ ഞാൻ ചോദിച്ചത്, താൻ ഫ്രീ ആണോ? ഓർത്ത് നോക്കി നോക്കിയാ? ഓർത്ത് നോക്കിയാ. എന്നിട്ടെന്താ കാര്യം? അല്ലടോ, അത് മറന്നേ. മറന്ന കാര്യം ഇനിയിപ്പോൾ എങ്ങനെയാ ഓർത്തെടുക്കുക? എന്നാലേ ഓർമ്മ വരുമ്പോ പെട്ടെന്ന് വോയിസ് അയച്ചിട്ടാണ് കേട്ടാ. അങ്ങനെ ചെയ്തോണ്ട് സാറേ. ഞാൻ എന്നോട് പറയണമെന്ന് 2 ദിവസം കൊണ്ട് കരുതിയതാ. പക്ഷെ എപ്പോഴും മറന്നു പോകും. നേരത്തെ ഓർമ്മ വന്നതാ, അപ്പോൾ വിളിച്ചപ്പോൾ എന്നെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ? അങ്ങനൊന്നും ചെയ്യണ്ട, നേരെ 2 വോയിസ് ഇട്ടാ മതി. അത് വോയിസിൽ പറയാൻ പറ്റില്ല, അത് എന്നോടല്ലാണ്ട് പറയണ്ടേ. അല്ല പോട്ടാ, മറക്കാണ്ടിരിക്കാനല്ലേ ഞാൻ പറഞ്ഞേ. അതല്ലേ പറഞ്ഞത്, അത് വോയിസ് ചെയ്താൽ ശരിയാവൂല. കാരണം അതിനുള്ള മറുപടി അപ്പം തന്നെ താൻ പറയണം. അത് അങ്ങനെ കേൾക്കണം. പ്രധാനപ്പെട്ട എന്തോ കാര്യമാണ്. അതല്ലേ പറഞ്ഞേ, സീരിയസ് ആണ്. എന്തായിരിക്കും ഞാൻ ആലോചിച്ച് നോക്കിയ. ഞാൻ അതൊന്നപ്പോ ആലോചിച്ചിരിക്കും എന്തായിരിക്കും. താനേ എന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്തോ പറയാനോ? എന്തെങ്കിലും കാര്യം പറഞ്ഞേൽപ്പിച്ചായിരുന്നോ? ആ, ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? അനക്ക് ഓർമ്മയില്ല. ഫസ്റ്റാളാ. ഞാൻ അപ്പൊ തന്നെ മറക്കൂല. എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കട്ടെ. ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെ കാര്യം. സത്യം? ആന്നേ. അതേ കളർ കിട്ടിയ? അതേ സെയിം കളർ, സെയിം സാധനം കിട്ടി. ഞാൻ പൊളിക്കും. അതിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്ന, അതാ മറന്നുപോയെന്ന് പറഞ്ഞു. ഇപ്പഴാ ഓർമ്മ വന്നത്. ഞാൻ കൊറേ നേരം ഞാൻ ചിന്തിച്ചിരിക്കുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ മറന്നു പോകും. താൻ കുറേ ദിവസം കൊണ്ട് പറയാറില്ലേ വിളിക്കുമ്പോൾ? എനിക്ക് ആ ഡ്രസ്സ് തന്നെ വേണം, വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സാ. ഞാനത് തന്നെ വാങ്ങി. വാങ്ങലും കഴിഞ്ഞാ? പിന്നെ മൊത്തം മണി. കുറേശ്ശെ സോപ്പ് ഇട്ട് പൊന്നെ. എല്ലാം കൂടി ഒരുമിച്ചിട്ടല്ലേ മൊത്തത്തിൽ അങ്ങ് പതഞ്ഞ പിന്നെ ഉണ്ടാവത്തില്ല എൻ്റെ കയ്യിൽ സ്റ്റോക്ക്. ഇനി വിളിക്കാനുള്ളതല്ലേ? എന്റെ മുത്തല്ലേ, എനിക്കറിയാം നിങ്ങൾ എടുക്കും. എടുക്കും. ഞാൻ മറന്നാൽ നിങ്ങൾ മറക്കൂല, എനിക്ക് നന്നായിട്ട് അറിയാന്നേ. ഇതിൽ ആശാന്നായി പറഞ്ഞേ. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. അതെനിക്കറിയാം, എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണെന്ന് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ എന്നാണാവോ ഇതൊക്കെ കഴിയുക? കഴിയാന് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ മനസ്സിൽ. എന്നും ഇങ്ങനെ തന്നെ പോണമെന്നല്ലേ? പിന്നെ ഞാൻ കൊറേ നോക്കി, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. എന്ത്? എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനേ. അങ്ങനെ ഇനിയിപ്പൊ ഈ വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതൊരു പാട്ടില്ല. അതാ ഈ പാടിക്കോ അവിടെ ഇരുന്നിട്ട്. എനക്ക് എൻ്റെ പാട്ട് കേൾക്കാൻ സമയമില്ല ഇപ്പോൾ. അയ്യോ. ഞാൻ എന്തായാലും അത് കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടുമ്പോ എന്നെ വിളിക്കണേ. പിന്നെ ഇട്ട് കാണിച്ചിട്ട് വിളിക്കാം. ഇട്ട് കാണിച്ചിട്ട് വിളിക്കണ്ട, ഇട്ടിട്ട് വിളിച്ചാ മതി. അതാ ഉദ്ദേശിച്ചത്, മനസ്സിലായിക്കൂടെ പൊട്ടൻ? അല്ല, പറഞ്ഞപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് പറയുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. ആർക്കുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും. നീ ക്ഷമിച്ചെന്നാടാ. ആയിക്കോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു.